എല്ലായിടത്തും നിറയുന്ന ഒരു ചർച്ചാ വിഷയമാണ് മുനമ്പം പ്രശ്നം. എങ്ങനെയാണ് മുനമ്പത്തുകാർ വഖഫിൻ്റെ കുരുക്കിൽപ്പെട്ടതെന്ന് നോക്കാം. കൂടാതെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച പുതിയ വഖഫ് ഭേദഗതി ബിൽ എങ്ങനെയാണ് അവരെ സഹായിക്കുന്നത് എന്നും നോക്കാം. 1902 തിരുവിതാംകൂർ രാജാവ് ഗുജറാത്തുകാരനായ അബ്ദുൾ സത്താർ സേട്ട് എന്നാൾക്ക് മുനമ്പത്തെ 404 ഏക്കർ ഭൂമി കൃഷി ചെയ്യുന്നതിന് പാട്ടമായി നൽകി. സേട്ടു 1948 ഈ ഭൂമി മകൻ മുഹമ്മദ് സിദ്ദിഖിന് എഴുതി നൽകി. ഇതിനൊക്കെ മുന്നേ തന്നെ മുനമ്പത്തും മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. അവർ ഭൂമിയിൽ അവകാശം ഉന്നയിക്കുന്നതിന് തടയിടാൻ വേണ്ടിയാകാം മകൻ സേട്ടു ഈ 404 ഏക്കർ ഭൂമി വഖഫാക്കി ഫറൂഖ് കോളേജിന് രജിസ്റ്റർ ചെയ്ത് നൽകിയത്. താമസഭൂമിയുടെ അവകാശം തങ്ങൾക്കാണെന്ന് പറഞ്ഞ് മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾ ഫാറൂഖ് കോളേജ് മാനേജ്മെൻറ്റിനെതിരെ കേസിന് പോയി. വർഷങ്ങൾ നീണ്ടുനിന്ന കേസിൽ ഫാറൂഖ് കോളേജ് വിജയിച്ചു. പിന്നീട് കോടതിക്ക് പുറത്തുള്ള ഒരു സെറ്റിൽമെൻറ്റ് എന്ന രീതിയിൽ കോളേജ് മാനേജ്മെൻറ്റ് ഇവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി അവർക്ക് വിലയാധാരം എഴുതി കൊടുത്തു. അതോടെ ആ പ്രശ്നം അവിടെ അവസാനിച്ചു എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. മുനമ്പത്തുകാർ അവരുടെ സ്വന്തം ഭൂമിയിൽ വീടൊക്കെ വെച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ താമസിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ 2008 VS അച്യുതാനന്ദൻ സർക്കാർ വഖഫ് ഭൂമി അന്യാധീനപ്പെടുന്നതിനെപ്പറ്റി പഠിക്കാൻ നിസാർ കമ്മീഷനെ നിയമിക്കുന്നു. 2009 ഈ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ മുനമ്പം ഭൂമി വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് സൂചിപ്പിച്ചിരുന്നു. നിസാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പിൻബലത്തിൽ 2009 വഖഫ് ബോർഡ് മുനമ്പത്ത് 600 പരം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലം വഖഫ് ഭൂമിയാണെന്ന് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച് ഒരു ഉത്തരവിറക്കി. അവിടുത്തെ താമസക്കാർക്ക് ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് വഖഫ് ബോർഡ് ഈ കടുംകൈ ചെയ്തത്. മനുഷ്യർ തലമുറകളായി താമസിച്ചു വന്നിരുന്ന, അതും അവർ കാശ് കൊടുത്ത് വിലയാധാരമായി വാങ്ങിയ ഭൂമി വഖഫ് ബോർഡിനെ എങ്ങനെ ഏറ്റെടുക്കാൻ കഴിയും? അതാണ് ചോദ്യം. പക്ഷേ വഖഫ് ബോർഡിന് ഏത് ഭൂമിയും അവരുടെ പ്രോപ്പർട്ടിയായി പ്രഖ്യാപിച്ച് ഉത്തരവിറക്കാൻ അധികാരമുണ്ട്. 1995 വഖഫ് നിയമം സെഷൻ 40 അനുസരിച്ച് വഖഫ് ആണെന്ന് ബോർഡിന് ബോധ്യപ്പെട്ടാൽ അത് സ്വന്തമാണെന്ന് പ്രഖ്യാപിക്കുവാനും രജിസ്റ്റർ ചെയ്ത് അവരുടെ പേരിലാക്കാനും ബോർഡിന് അധികാരമുണ്ട്. അതുകൊണ്ടാണ് നിസാർ കമ്മീഷൻ റിപ്പോർട്ട് കോട്ട് ചെയ്ത് മുനമ്പത്തെ 400 ഏക്കർ വഖഫാക്കി 2009 വഖഫ് ബോർഡ് ഓർഡർ ഇറക്കിയത്. മുനമ്പം ഭൂമി വഖഫാക്കിക്കൊണ്ടുള്ള ഉത്തരവ് അവർ റവന്യൂ വകുപ്പിന് അയച്ചു കൊടുത്തു. അതോടെ വില്ലേജ് ഓഫീസർക്ക് താമസക്കാരിൽ നിന്ന് ഭൂനികുതി, അതായത് ലാൻഡ് ടാക്സ് വാങ്ങാൻ കഴിയാത്ത അവസ്ഥ വന്നു. 2019 മുനമ്പം ഭൂമി വഖഫ് ബോർഡ് അവരുടെ പേരിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത് സ്വന്തമാക്കി. ഇങ്ങനെ ചെയ്യാനുള്ള അവകാശവും അധികാരവും ഇപ്പോഴത്തെ വഖഫ് നിയമപ്രകാരം വഖഫ് ബോർഡിനുണ്ട്. ഈ വിവരമറിഞ്ഞ മുനമ്പം നിവാസികൾ സമരത്തിനിറങ്ങി. വൈപ്പിൻ MLA പ്രശ്നപരിഹാരത്തിനായി സർക്കാരിനെ സമീപിച്ചു. CPMൻ്റെ MLA ഉണ്ണികൃഷ്ണൻ ശക്തമായ ഇടപെടൽ നടത്തി. അതിനെ തുടർന്ന് മുനമ്പം നിവാസികളിൽ നിന്ന് കരം വാങ്ങാൻ അനുവാദം നൽകി റവന്യൂ വകുപ്പ് നിർദ്ദേശവും നൽകി. ഈ ഉത്തരവിനെതിരെ നാസർ മനയിലും അബ്ദുൾ സലാമും ഹൈക്കോടതിയെ സമീപിച്ചു. വഖഫായി പ്രഖ്യാപിച്ച് രജിസ്റ്റർ ചെയ്ത ഭൂമിയുടെ നികുതി മുനമ്പം നിവാസികളിൽ നിന്ന് വാങ്ങുന്നത് തടയണമെന്ന അവരുടെ വാദം അംഗീകരിച്ച കോടതി ഭൂനികുതി വാങ്ങാൻ അനുമതി നൽകിയ റവന്യൂ ഉത്തരവ് സ്റ്റേ ചെയ്തു. അതോടെ മുനമ്പത്തുകാർ വീണ്ടും കുരുക്കിലായി. അവർ സമരവുമായി വീണ്ടും തെരുവിലിറങ്ങി. താമസക്കാർ കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമി വീണ്ടും വഖഫായി പ്രഖ്യാപിക്കാൻ ബോർഡിന് അധികാരം നൽകുന്നത് വഖഫ് ആക്ടിലെ സെക്ഷൻ 40 ആണ്. ആരുടെ നേരെയും പ്രയോഗിക്കാനുള്ള ഒരു വജ്രായുധമാണ് ഈ സെക്ഷൻ 40 എന്നുള്ളത്. മന്ത്രി കിരൺ റിജ്ജു പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വഖഫ് നിയമ ഭേദഗതി ബിൽ മുനമ്പത്തുകാരെ കണ്ണീരിലാഴ്ത്തിയ സെക്ഷൻ 40 ഇല്ലാതാക്കുകയാണ്. ഏത് ഭൂമിയും വഖഫാക്കി സ്വന്തമാക്കാൻ വഖഫ് ബോർഡിന് അധികാരം നൽകുന്ന സെക്ഷൻ 40 പുതിയ ഭേദഗതി പാസ്സായാൽ എന്നേക്കുമായി ഇല്ലാതാകും. ചുരുക്കത്തിൽ പുതിയ നിയമം വന്നാൽ ഒരാളുടെയും കിടപ്പാടത്തിൽ കയറി കൈവെക്കാൻ വഖഫ് ബോർഡിന് കഴിയില്ല. നിസാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നോട്ടീസ് പോലും നൽകാതെ മുനമ്പത്ത് 610 കുടുംബങ്ങൾ താമസിക്കുന്ന ഇത്രയേറെ ഏക്കർ സ്ഥലം വഖഫാക്കി പ്രഖ്യാപിക്കുവാൻ വഖഫ് ബോർഡിന് അധികാരം നൽകിയ സെക്ഷൻ 40 പുതിയ ഭേദഗതി പാസ്സായാൽ പൂർണ്ണമായും ഇല്ലാതാവുകയാണ്. ആരെയും ഇറക്കിവിടാനും തെരുവിലാക്കാനും വഖഫ് ബോർഡിന് കഴിയുമായിരുന്ന ആ സെക്ഷൻ വേരോടെ പിഴുതെടുത്ത് കളയുകയാണ് പുതിയ നിയമം. സെക്ഷൻ 40 ഇല്ലാതാകുന്നതോടെ വഖഫ് തർക്കം ഒരു സാധാരണ സിവിൽ കേസായി മാറും. വഖഫ് ബോർഡായാലും ദേവസ്വം ബോർഡായാലും ഒരു മതസ്ഥാപനത്തിനും സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ഇടിച്ചു കയറി അവരെ പെരുവഴിയിലേക്ക് എടുത്തെറിയാനുള്ള അധികാരം നൽകാൻ പാടില്ല. ഇത്രയും നാൾ പഴയൊരു നിയമത്തിൻ്റെ പേരിൽ അഹങ്കരിച്ച് നടന്ന വഖഫ് ബോർഡിനെ ചങ്ങലക്കിടുന്നതാണ് പുതിയ വഖഫ് ഭേദഗതി ബിൽ. മുനമ്പത്തുകാർ ഒരിക്കലും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ഭൂമി അവർക്ക് തന്നെ ലഭിക്കും.
ഒരു പ്രമുഖ ചാനൽ അവതാരകൻ പറയുന്നത് പോലെ നീതിയുടെ പൊൻകിരണങ്ങൾ മുനമ്പത്ത് പൊട്ടിമുളക്കുക തന്നെ ചെയ്യും.